ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ചിൻ്റെ ടോപ്പിക്ക് കരിയർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിൽ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് കരിയറിൽ ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റക്കായി നിൽക്കുക, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുക, നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് അത്രയും പ്രതിഫലം ലഭിക്കാതിരിക്കുക, ജോലി എത്ര ചെയ്താലും മേലധികാരികളിൽ നിന്ന് ഒരു അപ്രീസിയേഷനോ ഒരു നല്ല വാക്കോ കിട്ടാതിരിക്കുക, ബിസിനസ് ചെയ്യണോ ജോലിക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് തോന്നുക. അങ്ങനെ തുടങ്ങി കരിയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഇഷ്യൂ ആണ് കരിയർ സംബന്ധമായിട്ട് വരുന്നത്. ലിമിറ്റിംഗ് ബിലീഫുകളുണ്ടാകും, റിലേഷൻഷിപ്പിൽ വരുന്ന ബ്ലോക്കുകളുണ്ടാകും, മണി ബ്ലോക്കുകളുണ്ടാകും. അങ്ങനെ കരിയർ ബ്ലോക്കിന് തടസ്സം നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ സംഭവിക്കാറുണ്ട്. അപ്പം നമ്മൾക്ക് എല്ലാ ബ്ലോക്കുകളും മാറ്റിയാൽ മാത്രമാണ് കരിയർ സ്മൂത്തായിട്ട് പോകുള്ളൂ. റിലേഷൻഷിപ്പിൽ നമുക്ക് ശരിക്കും കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീലിംഗ് എടുത്ത് അതിൽ നമ്മളൊരു ബാലൻസിങ് ഇതിലെത്തിയാലാണ് നമുക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടുക. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ആണെങ്കിലും റിലേഷൻഷിപ്പിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഹീലിങ്ങിന് കൊടുക്കേണ്ടത്. കരിയർ ആയാലും മണി ആയാലും ഹെൽത്ത് ആയാലും ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മുടെ പാരൻസുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബാക്കി നമുക്ക് വാശിയും വൈരാഗ്യമുള്ള ആൾക്കാരുണ്ടോ. അപ്പോൾ അവർക്കൊക്കെ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കരിയർ ബ്ലോക്ക് മാറ്റാൻ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹെൽത്തിനാണെങ്കിലും മണിക്കാണെങ്കിലും ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കരിയർ ബ്ലോക്കിന് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മണി ബ്ലോക്ക് ഉള്ളവർക്ക് കരിയർ ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മണി ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ കരിയർ ബ്ലോക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നും കരിയർ ബ്ലോക്കിന് വേണ്ടി ചെയ്തില്ലെങ്കിലും മണി ബ്ലോക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി കരിയർ ബ്ലോക്ക് മാറിക്കിട്ടും. ചില റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കരിയർ ബ്ലോക്ക് മാറിക്കിട്ടും. അങ്ങനെ അല്ലാണ്ട് വരുന്നത് പിന്നെ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫുകളാണ്. അതായത് ചെറുതിലേ തൊട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നീ എത്ര പോരാ, നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിനക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല, നീ ഒരു മടിച്ചിയാണ്. അങ്ങനെ നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് കേട്ട് വന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിച്ച് നമുക്കങ്ങനെ വരുന്ന പ്രതിസന്ധികളായിരിക്കും നോർമലി കരിയർ ബ്ലോക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കരിയർ ബ്ലോക്കുകളെക്കുറിച്ച് നിങ്ങൾ എഴുതുക, വിശദമായിട്ട് എഴുതുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബ്ലോക്ക് വരുന്നത്, എന്താണ് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്, എന്താണ് നിങ്ങളുടെ പേടി, കരിയർ സംബന്ധമായിട്ട് എന്താണ് നിങ്ങൾ പേടിക്കുന്നത്, പരാജയപ്പെടുമെന്നുള്ള പേടിയാണോ, അതേ ചിലർക്ക് പെർഫെക്ഷനിസം കൂടുതലാണ്, എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാകാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നമാണോ, നിങ്ങൾ പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണോ, നിങ്ങൾക്ക് സെൽഫ് ലവ് കുറവാണോ. സെൽഫ് ലവ് കുറഞ്ഞ ആൾക്കാർക്കും കരിയറിൽ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ലവ് കുറവാണോ, നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ടോ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെകഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു പേപ്പർ എടുത്ത് വെച്ച് നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം എഴുതി കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഇനി ഞാൻ എങ്ങനെയാണ് മുന്നിലേക്ക് പോകേണ്ടത് എന്നുള്ള. എനിക്ക് ഇത്ര പ്രശ്നങ്ങളാണുള്ളത്, അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ പരിഹരിക്കും, ഇത് എങ്ങനെയാണ് ഞാൻ ഇതിനെ മുന്നോട്ട് ഓവർകം ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. നമുക്ക് ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു ക്ലാരിറ്റിയിലെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് കരിയറിൽ ബ്ലോക്ക് വന്നിരിക്കുന്നത്, എൻ്റെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലം കൊണ്ടാണോ എങ്കിൽ അത് ആദ്യം ഹീൽ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കരിയർ ബ്ലോക്ക് മാറിക്കിട്ടും. പൈസയ്ക്ക് ബ്ലോക്ക് ഉള്ളവർ പൈസയുടെ ബ്ലോക്ക് മാറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഹീലായിക്കോളും. അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എവിടെയാണ് ആക്ച്വലി കരിയർ ബ്ലോക്ക് വന്ന് കിടക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് നിങ്ങളെല്ലാവരും ചെയ്യണം. കാര്യം എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഇഷ്യൂ ആണ് കരിയറിൽ വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഈ ഒരു
റെമഡി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കരിയർ ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.